നമ്മളങ്ങനെ കാശി വിശ്വനാഥ മന്ദിർ കാണാനായിട്ട് വന്നിരിക്കുകയാണ്, ദർശനം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഘാട്ടിനടുത്തുള്ള ഗേറ്റിൽ നിന്നാണ് ഇവിടെ ഇപ്പോൾ. ഞങ്ങൾ ഇന്നലെ വന്ന് ദർശനം നടത്തിയായിരുന്നു. അപ്പോൾ വീണ്ടും ദർശനം നടത്താനായിട്ട് വന്നതാണ്. ഇതുകൂടാതെ ഇവിടെ ഖാൻവാബി മന്ദിരൂടെ ഇന്ന് ദർശനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഹർ ഹർ മഹാദേവ്, ഹർ ഹർ മഹാദേവ്, ഹർ ഹർ മഹാദേവ്. കാശി വിശ്വനാഥ അമ്പലത്തിൻ്റെ കോറിഡോറാണ് നമ്മൾ കാണുന്നത്. ഈയിടെ പുതുക്കിപ്പണിതാണ്. കുറേ സ്ഥലങ്ങളൊക്കെ അക്വയർ ചെയ്ത് വളരെ വിശാലമായിട്ട് പണിതിട്ടുണ്ട്. അതുകൂടാതെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഹോട്ടൽസ് ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ ടോയ്ലറ്റ് സൗകര്യം, ലോക്കർ റൂം സൗകര്യം, അങ്ങനെ ഷോപ്പിംഗ് സൗകര്യം, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. വളരെ വിശാലമായ സ്ഥലമാണ്. അപ്പോൾ ഈ ദർശനം കഴിഞ്ഞിട്ടൊന്ന് ഗംഗയിൽ മുങ്ങാനായിട്ട് വന്നതാണ്, ഗംഗാ സ്നാനം ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു ബോട്ടിൽ കയറി ഇക്കരെ വന്നിട്ട് സ്നാനം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗംഗയുടെ കുറച്ച് വ്യൂകളിവിടെ കാണാം. വെള്ളം കുറവാണ്, സൈഡിൽ വെള്ളം കുറവാണ്. അപ്പോൾ നമ്മൾ ഇക്കരെ വന്നിട്ടാണ് നമ്മൾ കുളിക്കുന്നത്. ഇക്കരെയാണ് കുറച്ചുകൂടെ വൃത്തിയുള്ളത്. മറ്റേടത്ത് പൂജയൊക്കെ ചെയ്യുന്നുണ്ട്, പൂക്കളുമൊക്കെ ആവശ്യം പോലെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബോട്ടിലാണ് വന്നത്. കുളിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ്. ഇതെൻ്റെ കൂട്ടുകാരാണ്, കൂടെ വന്ന ആൾക്കാരാണ്. ഞങ്ങൾ 4 പേരാണ് വന്നത്. 2 പേര് ഡൽഹിയിൽ നിന്നും ഒരാൾ ജയ്പൂരിൽ നിന്നുമാണ്. നമ്മളിപ്പോൾ കുളിച്ചിട്ട് ബോട്ടിലിരിക്കുകയാണ്. ഇനിയിപ്പം നേരെ അടുത്ത കരയിലേക്ക് പോകണം. അടുത്ത കരയിലാണ് ദശ അശ്വമേധ ഘാട്ട്. അവിടേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത്. കുളിച്ച ആൾക്കാരെല്ലാവരും ഇനി വരാറുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പം ദശ അശ്വമേധ ഘാട്ട്. ഇപ്പം ബോട്ടിങ്ങിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 50 രൂപയാണ് മേടിക്കുന്നത്. പരിചയമില്ല എന്നുണ്ടെങ്കിൽ അവർ 100-150 മേടിക്കും. ടോട്ടൽ കറങ്ങുന്നതിന് 150 രൂപയുള്ളൂ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം 80 രൂപ പറഞ്ഞു. അവസാനം പിന്നെ 40 രൂപ വെച്ച് 4 പേര്, ഒരാൾക്ക് 40 രൂപ വെച്ച്. അങ്ങനെ ഞങ്ങൾ കുളിയും കഴിഞ്ഞ് ബോട്ടിൽ പോവാണ്. ഇത് അപ്പുറത്ത് ദൂരെ കാണുന്ന ഘാട്ടാണ് ദശ അശ്വമേധ ഘാട്ട്. വൈകിട്ട് മിക്കവാറും ആരതിയൊക്കെ കാണാനായിട്ട് എല്ലാവരും ഇവിടെയാണ് വരുന്നത്. 2-3 ഘാട്ടിൽ ആരതിയുണ്ട്. പക്ഷേ മെയിൻ ആരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ആരതി നടക്കുന്നത് ദശാശ്വമേധ ഘാട്ടിലാണ്. അപ്പം നമ്മളപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോവാണ്. ഹര ഹർ മഹാദേവ്. എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. പിന്നെ നമ്മൾ ഗംഗയുടെ ഓളപ്പരപ്പിലൂടെ മറുകരയിലേക്ക് ബോട്ടിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെള്ളമുണ്ട്, ആവശ്യം നല്ല വെള്ളമുണ്ട്. നമുക്ക് സൈഡിൽ മാത്രമേ ഉള്ളൂ ആഴക്കുറവ്. പണ്ടൊക്കെ ഇവിടെ വരുമ്പം ശവശരീരങ്ങളൊക്കെ ഗംഗയിൽ പൊങ്ങി വരുന്ന കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം നീറ്റായി. ഗംഗ ഒത്തിരി ഒരു 80% ശുദ്ധമാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ആൾക്കാർ മാറാനുണ്ട്. ഇപ്പം ശവമൊന്നും ഇടാൻ പറ്റത്തില്ല, അല്ലാതെ പൂക്കളും അതും ഇതൊക്കെ വരുന്നുണ്ട്. കുറേയൊക്കെ കൺട്രോൾ ആവുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ ക്ലിയർ ആകാനുണ്ട്. എന്നാലും പണ്ട് ഞാൻ വന്ന ഗംഗയും ഇപ്പോൾ വന്ന് കാണുന്ന ഗംഗയും അതേപോലെ തന്നെ കാശി വിശ്വനാഥ അമ്പലവും എല്ലാം ഭയങ്കരമായിട്ട് വൃത്തിയുള്ളതായി, നീറ്റായി, സ്ഥലമായി നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓം നമഃ ശിവായ.